ഭർത്താവിൻ്റെ അനിയൻ പറയുന്നത് ഈ സ്ത്രീ അവനോടൊപ്പം അല്ല കഴിയുന്നത്, വൈകുന്നേരം വീട്ടിൽ പോകുമെന്ന് പറയണം. പിന്നെ ആ കുട്ടി മരിച്ച സമയത്ത് ഭർത്താവ് അവിടെ ഇല്ല. അവളെ മരിച്ച സമയത്ത് ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിനാണ് മരണപ്പെട്ടത്. ഇപ്പോൾ അവർ സ്ത്രീധന മരണം എന്തൊക്കെ പറഞ്ഞാണ് അവർ ഇത് ഉന്നയിക്കുന്നത്. അത് ഇപ്പോഴാണ് ഉന്നയിക്കുന്നത്, നേരത്തെ ഉന്നയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട്. ഇതിൻ്റെ സത്യം നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്. ഇതാരാണ് ഇതിൻ്റെ കുറ്റവാളി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. കുടുംബ ബന്ധങ്ങൾ ഈ സാഹചര്യങ്ങൾ ശരിയാണ്. അവൻ ദൂര സ്ഥലത്തുനിന്ന് പറയുന്നു ഇവർ 200 പവൻ ആഭരണമൊക്കെ ഇട്ട് കല്യാണം കഴിച്ചു കൊടുത്തെന്ന് പറയുന്നു. എന്നിട്ട് ഭർത്താവിനോടൊപ്പം കഴിയുന്നില്ല എന്ന് അയാളുടെ അനിയൻ പറയും. എന്നിട്ട് അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വ്യക്തമായ ഒരു അന്വേഷണം നടത്തിയിട്ട് തെളിയിക്കാൻ കഴിയുള്ളൂ. സ്ത്രീകൾ പറയണ എല്ലാം ശരിയെന്ന് വയ്ക്കാൻ നോക്കില്ല. ഇപ്പോൾ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആരെ വേണം അറസ്റ്റ് ചെയ്യുക? എത്ര നിരവധി ഈയിടയ്ക്ക് കണ്ടില്ലേ, വേറെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഒരുത്തനെ ആത്മഹത്യ ചെയ്തില്ല. അപ്പോൾ സ്ത്രീ എന്ത് പറഞ്ഞാലും ശരിയെന്ന് പറയാൻ കഴിയില്ല. അതിനകത്തുള്ള സത്യാവസ്ഥ അറിയണം. സ്ത്രീക്കുള്ള പോലെ മാനവും പിന്നെ അത് അഭിമാനമൊക്കെ പുരുഷന്മാർക്കുണ്ട്. അത് സ്ത്രീയും പുരുഷനും ഇവിടെ സമത്വമല്ലേ പറയണത്. അപ്പോൾ സ്ത്രീക്ക് വേറെ ഒരു നിയമം, പുരുഷന് വേറെ ഒരു നിയമം, അത് തെറ്റാണ്. രണ്ടുപേർക്ക് ഒരേ നിയമമെങ്കിൽ ഒരേ നിയമം അത് അഡാപ്റ്റ് ചെയ്യണം. അതാണ് കറക്റ്റ്. അല്ല സ്ത്രീക്ക് ഒരു പ്രത്യേക നിയമം വെച്ച് ആരെയും വൈരാഗ്യമുള്ളവരെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുക, അതൊക്കെ തെറ്റായ പ്രവണതയാണ്. അല്ല സത്യാവസ്ഥ ഒരു സ്ത്രീ ഒരു പോലീസിലെ പരാതി എടുത്താൽ ഉടനെ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടങ്ങ് പോവുക. കാര്യം എന്താണെന്ന് തിരക്കുന്നത്? അവൾ പറയുന്നത് ശരിയാണ്. അപ്പോൾ സ്ത്രീക്ക് ആരെ പേരിൽ എന്ത് ആരോപണം ഉന്നയിച്ചാൽ അതങ്ങനെ ശരിവയ്ക്കാൻ പറ്റും? പുരുഷനും അഭിമാനമുള്ള പുരുഷന്മാരുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുറ്റവാളികൾ സ്ത്രീകളാണ് ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.